ലൈഫിൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഇന്നവിറ്റബിൾ ആണല്ലേ. പക്ഷെ ഓരോ ആൾക്കാരും ഈ സ്ട്രെസ് ടെൻഷൻ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന മെത്തേഡ്സ് വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർക്കും ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനനുസരിച്ച് അവരുടെ സ്ട്രെസ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഡിഫറെൻറ്റ് സ്ട്രെസ് മോഡ്സ് ഉണ്ട് സൈക്കോളജി പ്രകാരം. മെയിൻലി 4 രീതിയിലുള്ള സ്ട്രെസ് മോഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് മോഡാണ്. ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ അഗ്രസീവ് ആയിട്ടോ വയലൻ്റോ ആയിട്ടായിരിക്കും അവരുടെ സ്ട്രെസ് കാണിക്കുന്നത്. പിന്നെ അവരുടെ മെയിൻ പ്രത്യേകത ഐ ആം റൈറ്റ് യു ആർ റോങ് എന്നാണ്. അതായത് അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാനാണ് തെറ്റ് ചെയ്തതെന്നുള്ളത്. അത് വേറൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ അവർ നോക്കും. അതുപോലെ തന്നെ മറ്റൊരാളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഫോൾട്ടിലായിരിക്കാം, പക്ഷെ അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വയലൻ്റ് ആയിട്ട് മറ്റുള്ളവരെ പഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എറിഞ്ഞുടയ്ക്കാനും. അതിൻ്റെ വേറൊരു എക്സ്ട്രീം സ്റ്റേജിലാണെങ്കിൽ വളരെ എക്സ്പ്രസീവായിട്ട് കരയുന്ന ആൾക്കാർ, അതായത് ഒരു ചെറിയ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് മോഡിലുള്ള ആൾക്കാരായിരിക്കും. ഈ ഒരു ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു പെൻഡന്റ് ആങ്കർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂൾ ഡൗൺ ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. ഈ പെൻഡന്റ് ആങ്കറൊക്കെ അവർക്ക് ഫിസിക്കലിയും അതുപോലെ തന്നെ മെന്റലിയും അവരെ ഒത്തിരി അധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് ഈ ഫൈറ്റ് മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് മോഡാണ്. ഈ ഫ്ലൈറ്റ് മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അങ്ങനെ ഒരു സ്ട്രെസ് മോഡ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്ന ആൾക്കാരാണ്. അവരതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന അവരെ തന്നെ അവർ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. സോ അവർ പറയും ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്, ലെറ്റ്സ് ഗോ സംവെയർ എൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി, അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ടടിക്കുക, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ അത് നമുക്ക് ഫിസിക്കലി വിസിബിൾ ആയിരിക്കും അവർക്ക് ടെൻഷൻ സ്ട്രെസ് ഉണ്ടെന്നുള്ളത്. പക്ഷെ അവരത് ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. ഇങ്ങനെയുള്ളവരാണ് ഈ ഫ്ലൈറ്റ് മോഡിൽ ഉള്ള ആൾക്കാർ. നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഫ്രീസ് മോഡിലാണ്. ഈ ഫ്രീസ് മോഡിലുള്ള ആൾക്കാർ അവർക്ക് ടെൻഷൻ സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി സൈലന്റ് ആവും. അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി ബോത്ത് അവർ സൈലന്റ് ആവും. വേറെ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ ആൻസേഴ്സ് ഉണ്ടാവില്ല, അവർ ചിലപ്പോൾ റിപ്ലൈ തരത്തില്ല. അതുപോലെ അവർ സോഷ്യലി ഐസൊലേറ്റ് ആയി ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഫ്രീസ് മോഡിൽ ഉള്ള ആൾക്കാർ. ഫോർത്ത് മോഡ് എന്ന് പറയുന്നത് ഫോൺ മോഡിലുള്ള ആൾക്കാരാണ്. ഈ ഫോൺ മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യണം അല്ലെങ്കിൽ മേക്ക് അതേഴ്സ് ഹാപ്പി എന്നുള്ളതാണ് അവരുടെ ഇന്റൻഷൻ. ഇപ്പം അവരുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നാൽ പോലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉടനെ റിയാക്ട് ചെയ്യുക അതിനോട് അപ്പോളജി അല്ലെങ്കിൽ ഐ എം സോറി പറഞ്ഞിട്ടായിരിക്കും. അത് അവരുടെ തെറ്റല്ല, അല്ലെങ്കിൽ എൻ്റെ ശരികളോ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റാറില്ല. ഇങ്ങനെയുള്ളവർ കൂടുതലും എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എക്സ്പീരിയൻസസോ ട്രോമയിൽ കൂടെ കടന്നു പോയവരായിരിക്കാം ഈ ഒരു രീതിയിൽ സ്ട്രെസ് മോഡിലേക്ക് പോകുന്നത്. അതായത് അവർക്ക് മറ്റുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കുന്നതിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഇവർക്ക് ഒരിക്കലും ഒരു സെൽഫ് കൺസെപ്റ്റോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു മതിപ്പോ ഉണ്ടാകാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടും ഇങ്ങനെ ചെയ്യാറ്. അപ്പം ഇതാണ് ഈ ഒരു മോഡിലുള്ള ആൾക്കാരുടെ പ്രത്യേകത. അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഈ ഒരു മോഡ് കേട്ടപ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും ഇതിനകത്ത് ഏത് മോഡിലാണ് ഞാനുള്ളതെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു സ്ട്രെസ് വരുമ്പോൾ ഞാൻ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനോടോ അതല്ലെങ്കിൽ നമ്മളോട് അത്രയ്ക്ക് അടുത്തറിയുന്ന ആൾക്കാരോടോ ചോദിക്കാൻ പറ്റും ഞാൻ ഏത് രീതിയിലാണ് ഇത് റിയാക്ട് ചെയ്യാറ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കോമൺലി നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കുറേ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മെന്റൽ ഗ്രൗണ്ടിങ് ടെക്നിക് എന്ന് പറയാം. മെന്റൽ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ദ എൻവിയോൺമെന്റ്. എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ ആങ്സൈറ്റി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ എൻവിയോൺമെന്റിൽ കൊടുക്കുക, ചുറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. റിസൈറ്റ് ചെയ്യുക, റിസൈറ്റിംഗ് പോയംസ് അല്ലെങ്കിൽ സിംഗിങ്. നമുക്കിത് കേൾക്കുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നും, പക്ഷേ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി നോക്കി അല്ലെങ്കിൽ ഒരു പോയം റിസൈറ്റ് ചെയ്ത് നോക്കി, ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ആ ഒരു ഷിഫ്റ്റിങ് അങ്ങോട്ടേക്ക് പോകും. സോ ഇതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്, മെന്റൽ ഗ്രൗണ്ടിങ് ടെക്നിക്. നെക്സ്റ്റ് ഫിസിക്കൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്. ഫിസിക്കൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുക, അതായത് കൺട്രോൾ ചെയ്ത് ബ്രീത്ത് എടുത്തിട്ട് റിലീസ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് മോഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വയലന്റ് ആവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വയലൻസ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നിലും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുറേ ഇൻബൗണ്ട് ആയിട്ടുള്ള എനർജി കുറേ റിലീസ്ഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ഒരു പ്ലേസിൽ പോയി ഇരുന്ന്
നമ്മുടെ ഈ ഒരു ഏങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹെഡിൽ നിന്ന് ടോയിലേക്ക് റിലീസ് ചെയ്ത് പോകുന്ന പോലെയൊക്കെ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു ഫിസിക്കൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സൂത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. സൂത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പി പ്ലേസ് അല്ലെങ്കിൽ ഹാപ്പി ഇൻസിഡൻറ്റിനെ പറ്റി ചിന്തിക്കുക. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹാപ്പി മെമ്മറി, അങ്ങനെ ഒരു മെമ്മറിയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു സ്ട്രെസ്സിലെ ആ ഒരു മൊമെൻറ്റിനെ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റാൻ സഹായിക്കും. അതല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഇപ്പം നല്ല ഫുഡൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എൻഗേജ് ഇൻ വാച്ചിങ് സം മൂവീസ്, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ സൂത്തിങ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മുടെ കയ്യിൽ ഈ സ്ട്രെസ് നിന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തെറാപ്പി അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഈ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒരു ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല, അത് നമ്മുടെ ലോങ് റണ്ണിൽ നമ്മളെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ലെവൽസ് കുറയുന്നില്ല ഉണ്ടെങ്കിൽ എന്തായാലും സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.